അസ്സലാമു അലൈക്കും സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പറഞ്ഞു തരാനാണ്. നിങ്ങളുടെ ലക്ഷ്യം നേടാനുള്ള ദുആനെ കുറിച്ചാണ്. അതായത് നമുക്ക് പലവിധ ലക്ഷ്യങ്ങളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ. ആ ലക്ഷ്യങ്ങളൊക്കെയും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ്. മനസ്സിൽ ആ കാര്യം, ആ ലക്ഷ്യം എന്താണോ അത് നിയത്ത് ചെയ്ത് ഒരിടത്തിരുന്ന് ഇഖ്ലാസോടെ ചൊല്ലി നോക്ക്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കാറ് വേണോ, വീട് വേണോ, അതുപോലെ തന്നെ ഹൈറായ കല്യാണം നടക്കണോ, കടം തീരണോ, ബുദ്ധിമുട്ട് മാറണോ, പ്രയാസങ്ങൾ മാറണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നേടണോ, അതിമഹത്തായ അതിശക്തമായ ഈ ദുആയിലൂടെ നമുക്ക് സാധിച്ചെടുക്കാം ഇൻഷാ അല്ലാഹ്. എങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചൊല്ലിക്കൊള്ളണം. മടിക്കേണ്ട കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അതിന് ഉത്തരം ഉടൻ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ അതിശക്തമായിട്ടുള്ള ദുആ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. ദുആ ഏതാണ്? റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫക്കീർ. ദുആ ഇതാണ്. ഒരു വരി മാത്രം ഉള്ള ഒരു ചെറിയൊരു ദുആയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുപോലെ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ദുആയാണ്. ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്നത് എന്നത് വേറൊരു പ്രത്യേകത കൂടെയാണ്. ഉടനടി ഉത്തരം ലഭിക്കുന്നത്. ഇവിടെ മലയാളത്തിലും ഇത് കൊടുത്തിട്ടുണ്ട്. റബ്ബി ഇന്നി ലിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫക്കീർ. എന്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കി തന്ന ഏതൊരു നന്മയും എനിക്ക് ആവശ്യമാണ്. അതിമഹത്തായ അർത്ഥമുള്ള ഒരു ദുആയാണ്. തീർച്ചയായിട്ടും അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇത് പതിവാക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും ഇത് ഓതുക. എല്ലാ ദിവസവും ഓതി നമ്മുടെ ലക്ഷ്യം എന്താണോ മനസ്സിലുള്ളത് അത് നിയത്ത് ചെയ്തുകൊണ്ട് ഈ ദുആനെ നിങ്ങൾ അത്രയ്ക്ക് ഇഖ്ലാസോടുകൂടി ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക. ഇതുവരെ കമന്റ് ചെയ്തവരെ എല്ലാം ഞാൻ പരിഗണിച്ചു, എന്റെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് ചെയ്ത ആളുകളുടെ ആ കമന്റ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ അടുക്കൽ ആരുടെ ദുആയാണ് പെട്ടെന്ന് സ്വീകരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഒരിക്കലും ദുആ ചെയ്യാതിരിക്കാൻ പാടില്ല. ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഉത്തരം കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ ദുആ അവസാനിപ്പിക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ കയറി കാണുക. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകൾ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ തമ്മയിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഈ വീഡിയോകൾ വേണമെങ്കിൽ, ഇത്തരം അനുഭവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി കാണുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാവരും ഇസ്തിഗ്ഫാർ ചൊല്ലുവാൻ മടിക്കാതിരിക്കുക. ഇസ്തിഗ്ഫാറിന്റെ കാര്യം ഇതിന് തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മളിൽ തന്നെയുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്തിഗ്ഫാർ എപ്പോഴും എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 100 തവണ നിങ്ങൾ പതിവാക്കുക. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങളത് പാഴാക്കാതിരിക്കുക, ചൊല്ലുക തന്നെ ചെയ്യുക. 100 തവണ ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടറിയാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ദുആ ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ കമന്റിലൂടെ അത് അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതിഭീകരവും ഭയാനകവുമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിഷമങ്ങൾ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ എല്ലാവർക്കും അള്ളാഹു അതൊക്കെ നേരെയാക്കി വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചാനലിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാതെ ഇടാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ലഭിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും.